കൺസെപ്റ്റാണ് മെയിൻ. അവള് ഇതിനകത്ത് പ്രയാസം കാണിക്കില്ല, പക്ഷെ പേടിച്ച് ഒരു പരുവാവും അമ്മായി ലെവൽ സാധനം. ഇതിന്റെ സൗണ്ട് എഫക്ട്, ആ ഒരു സൗണ്ട് എഫക്ട് ഇത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ. ഇത്രയും നാൾ ഇത്രയും കിടിലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പേടി വരാത്തവനെ പോലും പേടിപ്പിക്കും. നീ നൈറ്റ് തിരിച്ച് വണ്ടി ഓടിക്കണം, അതിന്റെ എല്ലാ എഫക്റ്റും ഉണ്ട് ഇപ്പോൾ പെട്ടിരിക്കുക. പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ആരും വിചാരിക്കാത്ത രീതിയിലൊരു കോൺസെപ്റ്റാണ്. നമ്മൾ സസ്പെൻസ് വിചാരിക്കുന്ന പോലത്തെ ഒരു ട്വിസ്റ്റേ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാ ജിത്തു ജോസഫിന്റെ സിനിമ കാണുന്ന പോലത്തെ ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യമൊന്നും അല്ല. ആ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഇത് അതിലും എന്നുവെച്ചാൽ ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ, എന്നുവെച്ചാൽ ആ ലോജിക് ആയിട്ടുള്ള എല്ലാ കാര്യവും ഇതിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് അത് ഇതിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റൈറ്ററിന് ഇത് കത്തിയേ പറ്റൂ. ഇത് കത്തിയില്ല പിന്നെ ഇവിടെ ഒന്നും കത്തിയിട്ട് കാര്യമില്ല. ഇവിടെ വേറെ ഒന്നും ആവശ്യമില്ല. ഈ സിനിമ നമ്മളിപ്പോ ബേസിക്കലി പ്രണവ് മോഹൻലാലിന്റെ അഭിനയം ഇത്രയും കിടിലായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം സൗണ്ട്. എന്റെ പൊന്നോ, സൗണ്ട് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തിയേറ്ററിൽ ഓരോ ബീറ്റും ഇങ്ങനെ അടിച്ചടിച്ചാ പോണേ. സമയത്തൊക്കെ സാധനം വരും. അടിപൊളിയായിട്ടുണ്ട്, നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴാണ് കഥ അതിലോട്ട് മെയിനായിട്ട് വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു പകൽപൂരം ആ ഒരു രീതിയിലൊരു യക്ഷിയുടെ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നുമല്ല. ഇത് പ്രോപ്പറായിട്ടൊരു ഹൊറർ മൂവി എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നൈസായിട്ടുണ്ട്, മസ്റ്റ് വാച്ചാണ്. പ്രണവ് ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് ക്ലൈമാക്സ് സീന് വരെ നൈസായിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്തുവാ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഹാലോവീൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലീസും കറക്റ്റായിരുന്നു. നൈറ്റ് റിലീസ് കറക്റ്റായിരുന്നു. സൂപ്പർ നൈസ്. ഡയറക്ഷനും ഒന്നും പറയാനില്ല, ഞാൻ പറഞ്ഞില്ല. ഡയറക്ഷൻ ആണെങ്കിലും BGM ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും പിന്നെ പ്രണവ് എടുത്ത് പറയണം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സത്യം ഹൊറർ എന്ന് വെച്ചാൽ ആ നെഞ്ചിടിപ്പ് ഇതുവരെയും മാറിയിട്ടില്ല. നല്ല സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. പ്രണവ് തകർത്തിട്ടുണ്ട്. നല്ല പടം. നമ്മുടെ ഭ്രമയുഗം ഭൂതകാലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെയാണോ? അതേ ഫീലിംഗ് തന്നെയാണ്. ആ സംവിധായകൻ എനിക്ക് തോന്നുന്നു പുള്ളി പ്രേതപ്പടം കണ്ട് പ്രാന്തനായി എടുക്കണേണെന്ന് തോന്നുന്നു. എന്തായാലും അയാൾക്ക് എന്തോ വാദമുണ്ട്. രീതിയിലൊക്കെ മൈന്യൂട്ട് സൗണ്ടിങ് ആയാലും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പ്രണവ് ഡയറക്ഷൻ എല്ലാം പക്ക. ഡയറക്ഷൻ നോക്കി രാവിലെ അറിയാന്നുള്ളതല്ലേ, ആ രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലൊരു പടമാണ് ഈ മലയാളത്തിൽ കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. രാത്രി ഷോ ആക്കേണ്ട ഇനിയിപ്പോൾ 12:50 ഷോ ഇല്ലേ, ഇതും കൂടി കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ എത്തുമ്പോൾ ആദ്യം കിട്ടിക്കോളും. നല്ല അഭിനയമൊക്കെ ആയിരുന്നു. നല്ലതായിരുന്നു. നന്നായിട്ട് അഭിനയിച്ച് ഡയറക്ഷനും കൊള്ളായിരുന്നു, മേക്കിംഗ് എല്ലാം കൊള്ളായിരുന്നു. ഹൊറർ ഫീൽ കിട്ടി. അതെ ശരി. വിചാരിച്ചില്ല, നല്ല പേടിച്ചു. ആക്ടിങ് തന്നെ പ്രണവിന്റെ, ഷൈൻഡോ ചാക്കോന്റെയും പ്രണവിന്റെയും നല്ല ആക്ടിങ് ആണ്. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇത്രയാണെന്ന് വിചാരിച്ചില്ല. നെഞ്ചുവാന വന്ന് പോവും. നല്ല പോലെ പേടിച്ചു. നല്ല ആക്ടിങ് ആണ് പ്രണവിന്റെ. ഇതുവരെ നല്ല കൊള്ളാം. തകർത്തു. അടിപൊളി ഗംഭീര മേക്കിംഗ്. മെയിൻ. അവള് ഇതിനകത്ത് പ്രയാസം കാണിക്കില്ല, പക്ഷെ പേടിച്ച് ഒരു പരുവാവും അമ്മായി ലെവൽ സാധനം. ഇതിന്റെ സൗണ്ട് എഫക്ട്, ആ ഒരു സൗണ്ട് എഫക്ട് ഇത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് ആദ്യമായിട്ട് എന്റെ ലൈഫിൽ. ഇത്രയും നാൾ ഇത്രയും കിടിലായിട്ട് സൗണ്ട് എഫക്റ്റ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഓരോ ബീറ്റും എല്ലാം നമുക്ക് എഫക്ട് ചെയ്യും. എന്ന് വെച്ചാൽ പേടി വരാത്തവനെ പോലും പേടിപ്പിക്കും. നീ നൈറ്റ് തിരിച്ച് വണ്ടി ഓടിക്കണം, അതിന്റെ എല്ലാ എഫക്റ്റും ഉണ്ട് ഇപ്പോൾ പെട്ടിരിക്കുക. പിന്നെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ ആരും വിചാരിക്കാത്ത രീതിയിലൊരു കോൺസെപ്റ്റാണ്. നമ്മൾ സസ്പെൻസ് വിചാരിക്കുന്ന പോലത്തെ ഒരു ട്വിസ്റ്റേ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാ ജിത്തു ജോസഫിന്റെ സിനിമ കാണുന്ന പോലത്തെ ട്വിസ്റ്റ് അങ്ങനത്തെ കാര്യമൊന്നും അല്ല. ആ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഇത് അതിലും എന്നുവെച്ചാൽ ക്രിയേറ്റീവ് ലെവലിലും ഒരു ലോജിക്കൽ, എന്നുവെച്ചാൽ ആ ലോജിക് ആയിട്ടുള്ള എല്ലാ കാര്യവും ഇതിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൽ വേണ്ടത് അത് ഇതിൽ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റൈറ്ററിന് ഇത് കത്തിയേ പറ്റൂ. ഇത് കത്തിയില്ല പിന്നെ ഇവിടെ ഒന്നും കത്തിയിട്ട് കാര്യമില്ല. ഇവിടെ വേറെ ഒന്നും ആവശ്യമില്ല. ഈ സിനിമ നമ്മളിപ്പോ ബേസിക്കലി പ്രണവ് മോഹൻലാലിന്റെ അഭിനയം ഇത്രയും കിടിലായിട്ട് അഭിനയിച്ച ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
രണ്ടാമത്തെ കാര്യം സൗണ്ട്. എൻ്റെ പൊന്നോ, സൗണ്ട് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തിയേറ്ററിൽ ഓരോ ബീറ്റും ഇങ്ങനെ അടിച്ചടിച്ച പോണേ എല്ലാം നമുക്ക് അത് ഫീൽ ചെയ്യണത്. കൂടുതൽ ഇതൊക്കെ ആയിട്ട് പറയാനുള്ളത്. ടോപ്പ് നോച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മള് ആ ഒരു ഒന്നും പറയല്ല ഏട്ടാ, 10 out of 10 ആണ്. ഈസി PC ആണ്. ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വെച്ച് ഏറ്റവും ബെസ്റ്റ് പടമാണ്. ഒന്നും പറയല്ല. ആ തന്നെയാണ്, ഈ ഇടയ്ക്ക് വെച്ചുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഒന്നും പറയല്ല, പക്ക. ഓരോ സിംഗിൾ ഇത് അറിയാൻ പറ്റും നമുക്ക്, അത്രയ്ക്ക് പക്കയാണ്. ഒന്നും പറയല്ല. ആ റിയാലിറ്റി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു അടിയായാലും എന്തായാലും പക്കയാണ്. ഒരു രക്ഷയില്ല എന്റെ പൊന്നു പോലെ, അടിപൊളി. പ്രണവിന്റെ കാലം എന്ന് പറഞ്ഞ ഇത് തന്നെ. പ്രണവിന്റെ ഒരു സദാശിവൻ കിട്ടുക്കായിട്ട് മേക്കിംഗ് ആയാലും എല്ലാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഹെവി. നമ്മൾ പ്രതീക്ഷിച്ച ഇത്രയും നല്ല, എന്നാലും കിട്ടില്ല, ഹെവി, അടിപൊളി, സൂപ്പർ. കിടിലം. നമുക്ക് വിചാരിക്കുന്നതിനെക്കാട്ടി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതിനെക്കാട്ടി ഓരോ പടങ്ങളും ഓരോ വെറൈറ്റി ആയിട്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കിടിലം പടം. ചേട്ടാ വിഷയം പടം. നമുക്ക് ഭൂതകാലത്തെ കിട്ടാത്തൊരു വലിയ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കിട്ടില്ല. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഷുവർ ഷോട്ട് ഹിറ്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെയാ. കിട്ടുങ്ങും. ബാങ് ഇന്റർവെൽ. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ടോട്ടലി ബെസ്റ്റ് ആർട്ട് വർക്ക്. നമുക്ക് ബെസ്റ്റ് ആർട്ട് വർക്ക് പറയാൻ. പിന്നെ ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എ റേറ്റഡ് എന്ന് പറയുന്നത് ഫുള്ള് ബ്ലഡ്. അത് ബ്ലഡ് കാരണമാണ്. ബ്ലഡ് അത് ഫാമിലിക്ക് സ്യൂട്ടല്ല. അല്ലാതെ കാണാൻ സെറ്റുമാണ്. ഒന്നും പറയാനില്ല, അത്രത്തോളം സൂപ്പർ. മലയാള സിനിമയിലെ ഹോളിവുഡ്. കാരണം എന്താ പറയുക, കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഹൊറർ സിനിമ എടുക്കണമെങ്കിൽ അത് രാഹുൽ സദാശിവൻ സാർ തന്നെ എടുക്കണമെന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം. അത് മലയാള താരരാജാവിന്റെ മകനെ കൊണ്ട് വളരെ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രണവ്. ഒരു രക്ഷയില്ല ഏട്ടാ. കാരണം എന്താ പറയുക, ഈ സിനിമ കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ ചോദ്യമേ പറയാനുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളാണോ ആ സ്ഥലത്ത് പെട്ടുപോയെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുത്തിയിട്ടുണ്ട്. അത്രത്തോളം ഫുൾ എഫേർട്ടിൽ എടുത്തിട്ടുണ്ട്. കിടിലം മൂവി, ഒന്നും പറയാനില്ല. കത്തി കയറിയിട്ടുണ്ട്. ഈ ഷോ കണ്ടിട്ട് ഇനി തിരിച്ച് വീടെത്തുമെന്നുള്ള കാര്യമാണ് നമുക്കിനി മെയിൻലി നോക്കാനുള്ളത്. പടം പറയാനുള്ളത് വെച്ചാൽ വേറെ ഒന്നുമല്ല, രാഹുൽ സദാശിവൻ ഹൊറർ ഡയറക്ടറിന് തെളിയിച്ച് സംഭവം വേറൊരു റേഞ്ചാണ്. ഭൂതകാലവും പ്രമേഹവും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു സംഭവം വെച്ചാൽ തിയേറ്റർ സ്റ്റെപ്പാണ്. കാരണം നമുക്ക് ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഒരു കിടില ആംബിയൻസിൽ സൈലന്റ് ആയിട്ടൊക്കെ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇഷ്ടപ്പെടും. ഇടയിൽ കമന്ററി ഓഡിയൻസ് ഒക്കെ പൊളിയാണ്. എന്നിരുന്നാലും ചില ഓഡിയൻസ് ഒക്കെ നമുക്ക് ഈ ഹൊറർ സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കമന്ററിയൊക്കെ അടിച്ച് ആ സീനെ ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ടിരുന്ന് കണ്ട പടം നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും പടത്തിൽ 2 ക്വസ്റ്റ്യൻസ് ബാക്കി നിർത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് മാത്രം അതും കൂടെ ഒന്ന് ഇതാക്കിയിരുന്നെങ്കിൽ പടം വേറെ ഫീൽ ചെയ്തെങ്കിൽ. എന്നിരുന്നാലും പടം മോശമൊന്നുമല്ല, വേറെ റേഞ്ചാണ്. പടത്തിന്റെ ഡയറക്ടർ ഈ പടം പ്രിവ്യൂ ഷോ ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് പടത്തിൽ കണ്ടിട്ടുണ്ട്. തീരുമാനം തെറ്റില്ല. കാരണം രാത്രി തന്നെ ഈ പടം കാണണം. ആ രാത്രി കാണാൻ പറ്റിയ പടമാണ്. അത് അവർ ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ 100%. ബാക്കി ഇറങ്ങി മൂന്നപ്പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും 100% കരിയർ ബെസ്റ്റ് ആണ്. ക്രിഞ്ചുകളൊക്കെ മാറ്റി പ്രണവിനെ ഒരു വേറെ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷം വൺ മാൻ ഷോ തന്നെയാണ്. കാരണം പടത്തിൽ പ്രണവി തന്നെയാണ്. വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാവുന്നില്ല. പ്രണവിന്റെ വൺ മാൻ ഷോ എന്ന് വെച്ചാൽ പേടിക്കുന്ന രംഗങ്ങളാണ് ഒറ്റയ്ക്ക് നിന്നിട്ട്. അതെല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോറടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോപ്പ് നോച്ചിൽ ചെയ്തിട്ടുണ്ട്. സെറ്റാണ് പടം. തൂക്കും.